ഗായ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു റമദാൻ സീരീസിൻ്റെ ഒരു വ്ളോഗായിട്ട് നെക്സ്റ്റ് ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ചിക്കൻ റോളിൻ്റെ വെച്ചാൽ മസാലേൻ്റെ ഒന്നും റെസിപ്പി കാണിക്കുന്നില്ല. നോർമലായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ ചിക്കൻ മസാല എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയില്ലേ, അതുപോലെ തന്നെ ദോശൻ്റെ ബാറ്ററും ഉണ്ടാക്കാൻ അറിയുമെന്ന് വിചാരിച്ചുകൊണ്ട് കാണിക്കുന്നില്ല. ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ, ചിക്കൻ റോളിൻ്റെ കുറച്ച് ഒരു വർഷം മുന്നേറ്റം. അപ്പോൾ ഞാൻ ദോശൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറയാം. 1 കപ്പ് മൈദ, അതുപോലെ തന്നെ 1 കപ്പ് വെള്ളം, പിന്നെ 1 മുട്ട, ഉപ്പ്. സെയിം വെള്ളവും മൈദയും ഒരേ അളവിലെടുക്കുക. ചില മൈദ നല്ലോണം വെള്ളമാണെങ്കിൽ ഞാൻ 1 കപ്പിനെക്കാട്ടിയും കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു നല്ല ലൂസായിട്ടുള്ള ദോശ ബാറ്റർ ആക്കിയിട്ട് ഇതുപോലെ നമ്മൾ പത്തലിൻ്റെ തവയിലാണ് ചുട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ ഒറ്റൊന്ന് മാത്രം ചുടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചുട്ട് കൊടുക്കുക. ഇത് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 3 അങ്ങനെ ഒറ്റയടിക്ക് ചുട്ടെടുക്കുന്നത്. എന്നിട്ട് ചിക്കൻ മസാല ഉണ്ടാക്കലെന്ന് വെച്ചാൽ ഉള്ളി, അതുപോലത്തെ ചിക്കൻ ആദ്യം ഒന്ന് പൊരിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുകളൊന്ന് നല്ലോണം വഴറ്റിയിട്ട് ചിക്കൻ ഇട്ടിട്ട് ലാസ്റ്റ് ഗരം മസാല അതുപോലെ തന്നെ മല്ലിച്ചപ്പൽ ഇട്ടാൽ നമ്മൾ ചിക്കൻ മസാല റെഡി. ഇനി ഈ ദോശ ഓരോന്ന് ചുട്ടെടുത്തിട്ട് ഈ ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നല്ലോണം റോൾ ചെയ്തെടുക്കുക. ലാസ്റ്റായിട്ട് നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്ത് അതുപോലെ തന്നെ റൊട്ടിപ്പൊടിയിലും കൂടി ഡിപ്പ് ചെയ്താൽ നമ്മളെ റോള് റെഡി. നമുക്ക് ഒരുപാട് കാലം തന്നെ ഫ്രീസറിൽ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. അത് നല്ല രീതിയിൽ ഉണ്ടാക്കിയാൽ ആ പുള്ളിയിൽ നല്ലോണം വഴറ്റിയിട്ട് ഉണ്ടാക്കിയാൽ നമുക്കിത് ഒരുപാട് കാലം നമുക്ക് കേടൊന്നും കൂടാതെ നമുക്ക് എന്ത് ചെയ്യുക, നോമ്പ് കഴിയുന്നത് വരെ പൊരിക്കാനുള്ള റോളിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ ആ റോളും നമുക്ക് ഒന്ന് മുട്ടയിലൊക്കെ മുക്കി ബ്രെഡിലെല്ലാം നല്ല രീതിയിൽ നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. റോള് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദോശ നല്ല തിന്നായിട്ടുള്ള ദോശ ആയിരിക്കണം കേട്ടോ ചുട്ടെടുക്കുന്ന സമയത്ത്. എന്നിട്ട് ഇല്ലെങ്കിൽ നല്ല തടിയാകുമ്പോൾ ബാറ്റർ നല്ല കട്ടിയിലാണെന്നുള്ളതെങ്കിൽ നമ്മൾ ദോശ ചുട്ടിട്ട് നമ്മൾ റോൾ ചെയ്യുമ്പോൾ അതിൽ പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ നല്ല തിന്നായിട്ട് ദോശ ഇട്ടിട്ട് നല്ല ടൈറ്റ് തന്നെ റോൾ ചെയ്ത് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ചിക്കൻ റോൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി തന്നെയില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് നോമ്പല്ലാന്നെങ്കിൽ നോമ്പ് തീരുന്നത് വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. നല്ല എയർ ടൈറ്റ് ആയിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബോക്സിൽ ഇതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റ് ഞാൻ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറൊന്നും വിരിക്കാണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ നല്ലത്. ക്ലിങ് ഫിലിമും അതിനെക്കാട്ടി നല്ലത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറായിരിക്കും. അതൊന്ന് കഴുകിയിട്ട് തുടച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വിരിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അങ്ങനെ ഓരോ റോളും നല്ല നീറ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഓരോ ലെയറായിട്ട് വെക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊരു കവർ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കുന്ന ടൈം നല്ല പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് എല്ലാ റോളും നല്ല രീതിയിൽ അടുക്കി വെച്ച് കൊടുക്കാം. നമുക്ക് പൊരിക്കാൻ ആവശ്യമായ ടൈം കുറച്ച് മുന്നേ ഒന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം പുറത്ത് വെച്ചിട്ട് ബാക്കി അതുപോലെ നമുക്ക് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്താൽ മതി എല്ലാ റോളും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാ റോളും ഇതുപോലെ ഞാൻ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് നമുക്ക് ബോക്സിൽ നല്ല ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെ അടിപൊളി വീഡിയോസും റെസിപ്പീസെല്ലാം ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ബൈ.